നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സെസ്സിനെ കുറിച്ചാണ്. അതായത് വികസനത്തിന് വേണ്ടി പുതിയ തരം സെസ് ഏർപ്പെടുത്താൻ പോവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് അതിന്റെ ശരിയും തെറ്റും തേടുകയാണ് ഞങ്ങളിവിടെ. നമ്മളോടൊപ്പം സംസാരിക്കുന്നത് പ്രൊഫസർ ജോൺ എം ഇട്ടിയാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. ഈ സെസ്സിനെ സംബന്ധിച്ച് പുതിയ തരം സെസ് വരാൻ പോകുന്നു, അത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അതിന്റെ ശരിയും തെറ്റുമാണ്, നമുക്കൊന്ന് സംസാരിക്കണം. അടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത്. വികസനത്തിന് വേണ്ടി പുതിയ സെസ്സുകൾ സംസ്ഥാനം ഏർപ്പെടുത്തുവാൻ ആലോചിക്കുന്നു എന്ന്. അത് പൊതുവെ പറഞ്ഞാൽ സ്വാഗതാർഹമാണ്. കാരണം വികസനം നടക്കണമെങ്കിൽ അതിന് സാമ്പത്തിക സ്രോതസ് ആവശ്യമാണ്. നിലവിലിരിക്കുന്ന നികുതി വരുമാനം കൊണ്ട് വികസനം അസാധ്യമാണ്. കൂടുതൽ നികുതി പിരിച്ചെങ്കിൽ മാത്രമേ വികസനം നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലെല്ലാം GDP യുടെ, അതായത് ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35 മുതൽ 40% വരെ നികുതിയായിട്ട് പിരിക്കുന്നതാണ് മിക്ക വികസിത രാജ്യങ്ങളിലും ഉള്ളത്. ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളിൽ പോലും GDP യുടെ 20-25% വരെ നികുതി പിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ GDP യുടെ 11% നികുതി മാത്രമേ കേന്ദ്രവും സംസ്ഥാനങ്ങളും പിരിക്കുന്നു. എന്നാൽ വികസിത രാജ്യങ്ങളെക്കാളും അപ്പുറത്ത് വികസനം വേണം എന്നുള്ള ആഗ്രഹവും വികസനം നടപ്പാക്കി തരാമെന്നുള്ള വാഗ്ദാനം ഭരണവർഗവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് പ്രതിസന്ധിയുടെ അടിസ്ഥാന പ്രശ്നം വാസ്തവത്തിൽ ഇതാണ്. അതുകൊണ്ട് നികുതി വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യത്ത്, കേരളത്തിലും ഇന്ത്യയിലും നികുതി വർദ്ധിപ്പിക്കുന്നില്ല. കാരണം ജനങ്ങളോട് വോട്ടിന് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ നികുതി കുറച്ചു തരാം, ലോകത്തിൽ ഉള്ള എല്ലാ ആഡംബര സൗകര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്ന തെറ്റായ വാഗ്ദാനം നൽകുന്നുണ്ട്. അതാണ് ഭരണകൂടങ്ങളെല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ന്യായമായി നികുതി വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. കേരളത്തിലെ സാമ്പത്തിക വളർച്ച, സമ്പന്ന വർഗത്തിന്റെ സംസ്കാരമൊക്കെ നോക്കുമ്പോൾ ഇവിടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 25% വരെ നികുതി ഏർപ്പെടുത്തേണ്ടതാണ് ന്യായമായിട്ട്. പക്ഷെ ഇപ്പോൾ 10-11% വരെ ഉള്ളൂ. പക്ഷേ ഗവൺമെന്റ് അതിന് തയ്യാറല്ല. ആ സാഹചര്യത്തിലാണ് പുതിയ സെസ് എന്ന് പറയുന്നത്. സെസ് എന്ന് പറയുമ്പോൾ നികുതി ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ പിടിയിൽ നിന്ന് മാറുവാനുള്ള ഒരു മാർഗമാണ് സെസ് എന്നും ലെവി എന്നും പറയും. അതുകൊണ്ടാണ് സെസ് എന്ന് പറഞ്ഞ പ്രത്യേക പദം ഉപയോഗിച്ചിരിക്കുന്നത്. വികസനത്തിന് വേണ്ടി പ്രത്യേക സെസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ജനങ്ങളെ സാമ്പത്തികമായി അവരുടെ നിലവാരം അനുസരിച്ച് പല ഗ്രേഡുകളായിട്ട് തിരിച്ച് അവരുടെ മേൽ സെസ് ഏർപ്പെടുത്തുന്നു എന്നാണ് നിർദ്ദേശം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സമീപനം. കാരണം ടാക്സ് ആണെങ്കിലും സെസ് ആണെങ്കിലും ഏർപ്പെടുത്തുമ്പോൾ അത് സർക്കാരിന്റെ പ്രവർത്തനം മൂലം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ആർക്കാണോ അവരിൽ നിന്ന് വേണം പണം പിരിക്കുവാനായിട്ട്. പ്രത്യേകിച്ച് സെസ് പിരിക്കുമ്പോൾ വികസന പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഗുണം അനുഭവിക്കുന്ന ആളുകൾ അതിന്റെ ഒരു ഭാഗം സെസ്സായിട്ട് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവരുടെ ചോദിക്കുന്നത് ന്യായമാണ്, പിരിക്കുന്നത് ന്യായമാണ്. പക്ഷേ ഇവിടെ അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നവരിൽ നിന്നല്ല പിരിക്കുവാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ എല്ലാ വികസന ആവശ്യത്തിനും വേണ്ടതിലധികം പണം വികസന സെസ്സായിട്ട് പിരിക്കുവാനുള്ള സാധ്യതയുണ്ടായി. ഉദാഹരണത്തിന് എറണാകുളത്തെ ഇൻഫോ പാർക്കും തിരുവനന്തപുരത്തെ IT വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള സംവിധാനവും അതുമൊക്കെ ഉണ്ടായപ്പോൾ ആ പ്രദേശത്തെ ഭൂമിയുടെ വില 50-100 ഇരട്ടി വർദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് അവിടെ ഭൂമി ഉണ്ടായിരുന്ന ആളുകൾക്ക് അവരൊന്നും ചെയ്യാതെ, ഒരു ലോട്ടറി ടിക്കറ്റ് പോലും എടുക്കാതെ വലിയ കോടികളുടെ വിൻഫോൾ ഗെയിൻ എന്ന് പറയും. വിൻഫോൾ ഗെയിൻ ആണ് ഉണ്ടായിട്ടുള്ളത്, ലോട്ടറി ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഉണ്ടായിരിക്കുന്ന ലോട്ടറി ഭാഗ്യത്തിന്റെ ഒരു 10%, 1 കോടി ലോട്ടറി ഭാഗ്യം കിട്ടിയ ആളിൽ നിന്നും 1 ലക്ഷം രൂപ പിരിക്കുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ തിരുവനന്തപുരത്തും എറണാകുളത്തും അതുപോലെ തന്നെ IT പാർക്കുകൾ ഏർപ്പെടുത്തുന്ന പുതിയ സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട്. അങ്കമാലിയിലും കണ്ണൂരും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെയുള്ള ഭൂവുടമകളിൽ നിന്നും വികസനത്തിന്റെ ഫലമായിട്ട് അവർക്കുണ്ടായ നേട്ടത്തിന്റെ 10% സെസ് ആയിട്ട് പിരിക്കേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇടത് വലത് സർക്കാരുകളും അവരുടെ ഉപദേശകന്മാരും ഇതിന് ശ്രമിച്ചിട്ടില്ല. പകരം എല്ലാ ആളുകളുടെയും മുകളിൽ ഇതിന്റെ ഭാരം ചുമത്തുവാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സെസ് ഏർപ്പെടുത്തുന്നത് ന്യായമാണ്. ഗവൺമെന്റിന്റെ വികസനത്തിന്റെ ഫലം അനുഭവിക്കുന്നവര് അവര് അനുഭവിച്ച ഫലത്തിന്റെ ഒരു ചെറിയ ശതമാനം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് പിരിക്കുമെന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം അതിന്റെ നേരിട്ടുള്ള ബെനിഫിറ്റ് അനുഭവിക്കാത്ത ആളുകളുടെ മേൽ ചുമത്തുകയും നേരിട്ടുള്ള ബെനിഫിറ്റ്
വലിയ ലോട്ടറി ഭാഗ്യം അനുഭവിച്ചവരെ എല്ലാം വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു സമീപനം. ഒരു വികസനവും എത്തി നോക്കാത്ത സ്ഥലങ്ങളിലെ ആൾക്കാർ പോലും ഇതിന്റെ സെസ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. പക്ഷെ അവർക്ക് യാതൊരു വികസനവും എത്തുന്നില്ല. ആർക്കോ കിട്ടുന്ന വികസനത്തിന് വേണ്ടി, ആർക്കോ കിട്ടുന്ന പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഇവരും നികുതി കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ സെസ് കൊടുക്കേണ്ടി വരിക എന്നുള്ള വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ സാറിന് മുന്നിലേക്ക് വെക്കുകയാണ്. UK പോലുള്ള രാജ്യങ്ങളിൽ 40% ടാക്സ് പിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങളും അവരുടെ സർക്കാരാണ് ചെയ്യുന്നത്. ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികൾ ഉണ്ടായാൽ അന്ന് തൊട്ട് അവർക്ക് ഉള്ള എല്ലാവർക്കും ഫണ്ട്, അവരുടെ സ്കൂൾ വിദ്യാഭ്യാസവും, അവരുടെ മാതാവിന് ഗർഭം ധരിക്കുമ്പോൾ തൊട്ട് മാതാവിനുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് പാർപ്പിടം, വസ്ത്രം, ഇതെല്ലാ കാര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ സമ്പാദ്യങ്ങളില്ലാതെ ജീവിക്കുന്ന രാജ്യങ്ങളാണ് ഈ 40% എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ സമ്പാദ്യം എന്ന് വെച്ചാൽ 40% അവർ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് വറി ചെയ്യേണ്ടി വരുന്നില്ല. നാളെ അവർക്കെല്ലാം ഉണ്ട്, കയറി കിടക്കാൻ ഇടമുണ്ട്, വയസ്സുകാലത്ത് അവർക്കുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും തരാതെ 40% പിരിക്കാൻ ഏർപ്പാടാക്കിയാൽ അത് വലിയ ദോഷമായി മാറി. വികസിത രാജ്യങ്ങളിലെല്ലാം 30-40% ടാക്സ് പിരിക്കുമ്പോൾ അവരുടെ ഒട്ടുമുക്ക ആവശ്യങ്ങളിലും ലഭ്യമാക്കും. നമ്മുടെ ഇവിടെ എല്ലാ ആവശ്യങ്ങളും ലഭ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ടാക്സ് പിരിക്കാതെ കടം വാങ്ങി മാത്രം നടപ്പാക്കി കൊടുക്കുവാൻ കുറച്ച് ശ്രമിക്കുകയും ചെയ്യുന്നു. ആ കടഭാരം വർദ്ധിച്ചിട്ട് എല്ലാം കുളമാകുന്ന ഒരു സമീപനം. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു കുറഞ്ഞ പക്ഷേ 25, ഇപ്പോഴത്തെ 10%, 15%-ൽ നിന്ന് 25% വരെ ടാക്സ് പല പേരിൽ, സെസ് എന്ന പേരിലോ ലെവി എന്ന പേരിലോ ടാക്സ് എന്ന പേരിലോ ഒക്കെ പിരിക്കുകയും അത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും വിദ്യാഭ്യാസവും വൈദ്യസഹായവും പെൻഷനും എന്ന് വേണ്ട അവരുടെ ഫ്യൂണറൽ വരെ, ശവസംസ്കാരത്തിന് വരെയുള്ള സൗകര്യങ്ങളാണ് വികസിത രാജ്യങ്ങളിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമീപനം, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധം ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ്. ടാക്സ് ഒന്നും തരണ്ട, ഞങ്ങൾ ടാക്സ് ഏർപ്പെടുത്തത്തില്ലെന്നും എല്ലാം ഞങ്ങൾ സൗജന്യമായിട്ട് നൽകാമെന്നും പറയുന്ന ഈ വാഗ്ദാനമാണ് ഇവിടെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന ബഡ്ജറ്റിൽ നമുക്കറിയാം, ഇലക്ഷന് മുമ്പുള്ള ബഡ്ജറ്റാണ്, ഇപ്രാവശ്യം നമുക്ക് ഭാരമൊന്നും വരില്ല എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. അടുത്ത 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരാൻ പോകല്ലേ, അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നമുക്ക് വലിയ ഭാരം തരത്തില്ല എന്ന് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു ഗിമിക്കാണ്. ഈ ഗിമിക്കിലാണ് നമ്മളെല്ലാം വീണു പോകുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സെസ് പിരിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല പ്രശ്നം. സെസ് അർഹതപ്പെട്ട ആളിൽ നിന്ന് തന്നെ അത് പിരിവ് എടുക്കണം. സാധാരണ ഒരു ചുമട്ടുതൊഴിലാളിയോ അല്ലെങ്കിൽ ദൂരെ കിടക്കുന്ന ഒരാളോ, ഒരു വികസനവും എത്തി നോക്കാത്ത ഒരു സ്ഥലത്തുള്ള ആളും ഈ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഒരു നഗരത്തിലോ നടക്കുന്ന വികസനത്തിന് മുഴുവൻ അവൻ കൂടി ഭാരം വഹിക്കേണ്ടി വരുന്നത് തെറ്റായിട്ടുള്ള നടപടിയാണ്. അവിടെ ഒരു സ്ഥലത്ത് ഒരു വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനത്തിന്റെ ഫലം അനുഭവിക്കുന്ന ലാൻഡ് ഓണേഴ്സ് അവരുടെ ഒരു പെർസെന്റേജ് സർക്കാരിന് കൊടുക്കുന്ന രീതിയിൽ സെസിനെ ഏർപ്പെടുത്തുന്നതിൽ ആരും വിരോധം കാണിക്കില്ല. അവർ പോലും അത് കൊടുക്കുന്നതിൽ മടി വിചാരിക്കുകയുമില്ല. അപ്പോൾ ആ രീതിയിലാണ് സെസ് ഏർപ്പെടുത്തേണ്ടത്. സെസ് ഏർപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന പദ്ധതികളുണ്ട്. ആ രീതിയിലൊക്കെ വിദേശങ്ങളിലുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും പെൻഷനും അവരുടെ എല്ലാ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ അവർ ചെയ്യുന്നത് പോലെ തന്നെ തയ്യാറായാൽ ഈ രാജ്യവും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ സെസ് ഏർപ്പെടുത്തുന്നതിലല്ല, അത് എടുക്കുന്ന നിലപാടിലാണ് സാർ എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട ചർച്ചകളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അടുത്ത വീണ്ടും ഒരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.